കേട്ട്. വനിതാ MLA-ക്ക് മന്ത്രിയുടെ ഹസ്തദാനം. MLA-യുടെ ആരോപണത്തെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. ആര്? MLA-യുടെ ഭർത്താവ്. പിടിവിടാൻ താമസിച്ചു കാണും. ഈ വീട്ടിൽ ഇരുത്തി പോറ്റിയാ പോരെ, അസംബ്ലിയെ കൊണ്ട് കെട്ടണോ? എന്ത് പുളിയാ മൂസാക്ക? കിട്ടണമെങ്കിൽ ഒരു അരക്കിലോ മേടിച്ച് നമുക്ക് മീൻകറിലിടാം. ഇത് വാളംപുളിയും കുടംപുളിയും ഒന്നും അല്ല, അസംബ്ലി. അസംബ്ലി എനിക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. വനിതാ മൂസാബായിക്ക് അറിഞ്ഞൂടെ? ഇളകി മേഞ്ഞ പശു കെട്ടിയിട്ടാ പുല്ല് തിന്നില്ല. വിശക്കുമ്പോ കൊടുത്താ തിന്നും. ഇക്കാലത്ത് കനകം മൂലം കാമിനി മൂലം കുടിക്കാൻ തോട്ടിന്ന് കോരി വെച്ച വെള്ളത്തിലാണ് പഴത്തുലി എറിഞ്ഞു കളിക്കുന്നത്. സോറി, ഞാൻ ദോശക്കല്ലിൽ എറിഞ്ഞതാ. എന്താ കല്ല് വെറുതെ പഴുത്ത് കിടക്കല്ലേ? വരുന്നവനും പോകുന്നവരും എറിഞ്ഞു കളിക്കാനല്ലേ ദോശക്കല്ലി ഉണ്ടാക്കി വെച്ചേക്കണത്. പണ്ട് ലീലനെ കുത്തുവാളടിപ്പിച്ച ഒരു പെണ്ണ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു പൊലിഞ്ഞത്. നീട്ടി വൈരി. ലൈറ്റ് ഒന്നിട്ടെ. ലൈറ്റ് ഇടാൻ മാത്രം പറയരുത്. എന്നാ ടോർച്ച്, വിരൽ തുമ്പിലെ ചന്ദ്രൻ. കറണ്ട് കാശ് കൂടിയതുകൊണ്ട് ലൈറ്റ് ആയിട്ട് ഒരു ചായ വെച്ച പോലും കൊടുക്കാൻ പേടിയാ. കറണ്ട് കാശ് എപ്പോഴാ കൂടാതെ കറണ്ട് മന്ത്രിക്ക് പോലും അറിയില്ലാന്നേ. മൂസാക്ക ടോർച്ചിന്റെ ബാറ്ററി 12. കണ്ട്. ചേട്ടത്തിയുടെ മക്കളെല്ലാം ഒരുപോലെ പറഞ്ഞു ചെയ്യിച്ച പോലെ. ചേട്ടത്തിക്ക് അറിയാതിരിക്കോ ക്ലോണിങ്? കൊഴുപ്പീരയുടെ തിര കുറവാ. എത്രയും മോളെ? മൊത്തം 12 ലിറ്റർ. പറ്റുവല്ലതും ഉണ്ടോ? 36 രൂപ 50 പൈസ. 4 ഇത് പുതിയതാണോ? കൊണ്ടുവന്നപ്പോ പുതിയതായിരുന്നു. പൈസ സൂക്ഷിച്ചുണ്ടോണേ. അയ്യോ, മോള് വെച്ചോ? മോള് വായിച്ചിട്ട് കൊണ്ടു തന്നാ മതി. അപ്പാപ്പൻ ഒരു ബീഡിയും തീപ്പെട്ടി. പപ്പനേഷെന്ന് പറയണേ. ഒരു 50 കിലോ എങ്കിലും കാണും. എല്ലാരും ഒറ്റ ത്രാസിൽ കാണല്ലേ എന്റെ മൂസാക്ക? അയ്യോ, ഇനി അതിൽ കയറി പിടിക്കല്ലേ. ഞാൻ ആ നരിക്കൂട്ടിൽ ഏലിയമ്മയുടെ പശുവിന്റെ കാര്യം പറഞ്ഞതാ. ഇത്തിരി വെള്ളം എടുത്തു കുടി, പുട്ടിറങ്ങട്ട്. അപ്പൊ മൂസാക്ക പശുർച്ചാണ് വിൽക്കണത്, അല്ലാതെ പുലിയിറച്ചി വിൽക്കാൻ പറ്റുമോ? താനാരിവേ. പഞ്ചായത്തിലെ ഗോസംവർദ്ധന ഉപകേന്ദ്രത്തിൽ കൊണ്ടുപോയി 3 സൂചി വെപ്പിച്ചവക്ക് ചെന പിടിച്ചില്ലല്ലേ? ഇല്ല. ഇപ്പോഴത്തെ സൂചി പശുക്കൊക്കെ പിടിക്കുന്നില്ലെന്നാ തോന്നുന്നു. അത് പിന്നെ തനിക്ക് പിടിക്കൂ? ഈ പഴയ രീതി എന്നാടോ നല്ലത്? ഇതെങ്കിലും പിടിക്കോ വർക്കിച്ച? ഇപ്പൊ കണ്ടില്ലായിരുന്നോ? അതായിരുന്നു പിടുത്തം. ഇനി പിടിച്ചില്ലെങ്കിൽ എവള് മച്ചിയാണെന്ന്. എവള് മച്ചൊന്നുമല്ല, അവളെ നിപ്പ് കണ്ടില്ലേ? ഇത് പിടിച്ചില്ലേ താൻ എന്നെ ഇങ്ങനെ വിളിച്ചോ? പിന്നെ കറവ തുടങ്ങുമ്പോ ആദ്യത്തെ 1 ഗ്ലാസ് പാല് താൻ പഞ്ചസാരയിട്ട് എനിക്ക് കൊണ്ട് തരണം. ഓ, ഞാൻ ഏറ്റു. മറക്കരുത്. ഏറ്റു. കാശെടുക്കണോ? എന്റെ കൊലതല്ലി. അമ്മേ, വീണുപോയി. എങ്ങനെ വീഴാതിരിക്കും? നോട്ടം പലയിടത്തും അല്ലേ? അത് ജന്മനാ ഉള്ള ഗുണമല്ലേ, പാരമ്പര്യം. ആള് തന്നെ വീഴുമ്പോ സ്വഭാവം മാറിക്കൊള്ളും.
അതിനങ്ങോട്ട് മുറുക്കി പിടിച്ചാ പോരാ അന്നമ്മേടത്തി. മുറുക്കി പിടിച്ചാലും ഒതുങ്ങുന്നിടം പിടിക്കണം, അല്ലെങ്കിൽ വഴുതും. അതറിയാമോ? മഴക്കാലത്തും ചെത്തുള്ളതുകൊണ്ട് വഴുക്കലെ പിടിച്ചല്ല ശീലമുണ്ടേ. ഒരു ചുമടുണ്ടല്ലോ തലയില്. ഇതൊന്ന് പിടിച്ച അമ്മച്ചി. രക്ഷയില്ല. ഒന്നും കൂടെ കേറി ചെത്തിയാലോ? അല്ല കുട്ടപ്പ, ഓ, എല്ലാരും 2 നേരം അല്ലെങ്കിൽ 3 നേരം ചെത്തും. ആ, താൻ ഇത് 4-5 തവണ ആയല്ലോ. അതെന്താണെന്ന് വെച്ചാ അന്നമ്മേട്ടത്തി ഇപ്പൊ കള്ളു കുറവാ. ആ. വെളുപ്പിനെ കയറി തല്ലിയാലേ അന്ത്യാകുമ്പോ എന്തെങ്കിലും ചൊരത്തു. അതാ ഞാനിങ്ങനെ 5-6 തവണ. എന്റെ ഒരു വിധി നോക്കണേ. എന്റെ കള്ളുമുത്തപ്പ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ആ, അതങ്ങനെയായി. കുട്ടപ്പ നനഞ്ഞ തുണി നോക്കിക്കാതെ കാളെ കുളിപ്പിക്കണ. കുളിപ്പിക്കല്ലേ വർക്കിച്ചോ? എനിക്കിന്ന് ഡബിൾ ഡ്യൂട്ടിയാ, വേറെ കിട്ടണം. വർക്കിച്ച കുട്ടപ്പൻ തേച്ച് വർക്കിച്ചന്റെ കാള തേഞ്ഞു പോവല്ലോ. ആ കാണാം. കുട്ടപ്പനുള്ള ആമ്പയർ ഇല്ല, ഒന്നും തേഞ്ഞു പോകൂല. കുട്ടപ്പ നീ തേക്ക്. കെട്ടിയവനിപ്പോഴും പേർഷ്യ തന്നെ ആണോ? അതെ. അവിടെ ഒട്ടകത്തിനെ തീറ്റുന്ന പരിപാടിയാ. അതെ, വീട്ടിലെ പശുവിനിപ്പോഴും കറവ ഉണ്ടോ അതോ വറ്റിയോ? വറ്റിയാലും ഇല്ലേലും താൻ ആ വഴിക്കൊന്നും വരണ്ട. എന്താടി പെണ്ണെ, നിന്റെ പശുവിന്റെ പ്രസവം നിർത്തിയോ? എടി, നിന്റെ തുണിയല്ലേ കഴിഞ്ഞു? എങ്കി വാ പോവാ. ഈ കാളയ്ക്ക് അഴുത്തോടെ എന്താ ചേച്ചി, ഞങ്ങൾ നിൽക്കുന്നോണ്ടാണ് കുളി നിർത്തി പോകുന്നത്. ഞങ്ങള് കുളി നിർത്തി. ആ മതി കാളയ്ക്ക്. ഇനി നീ ഒന്ന് തേച്ച് കുളിക്ക് കുട്ടപ്പ, വെളുക്കട്ടെ. വർക്കിച്ചോ, അതിനുള്ള സോപ്പിനെ കണ്ടുപിടിക്കണം. അല്ല വർക്കിച്ച, നിങ്ങളുടെ കാളയ്ക്കെന്താ 2 പാപ്പാമാര്? ഇതൊരു പ്രത്യേക ഇനമാ. 1-ാം പാപ്പ ഞാൻ, 2-ാം പാപ്പ യവൻ. എന്താ വർക്കിച്ച, മതിയാക്കിയോ? ആ മതി, ഇന്നത്തേക്ക് ഇത് മതി. ഈ ഇറച്ചി അത്ര എല്ലാണല്ലോ. ഇത് മൂസാക്ക കൊണ്ടുവന്ന ഇറച്ചി തന്നെ. അയാളെ ഇറച്ചി കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പടിയല്ല, മുതലാളി പിടിച്ച് വിരട്ടിക്കാണും. അതാ നേരത്തെ പോയത്. അയാള് പോയോ വന്നോ എന്നതല്ല പ്രശ്നം, എല്ലല്ലേ പ്രശ്നം. എല്ലില്ലാത്ത ഒരൊറ്റ പശുവും കാളയും നമ്മുടെ നാട്ടിലില്ല. ഇറച്ചി മാത്രം വെട്ടിയെടുത്ത് എക്സ്റേ എടുത്തോലെ മാടിനെ വിടാൻ പറ്റുമോ? മൂസ എല്ലില്ലാത്ത ഇറച്ചി തേടി പോയതായിരിക്കും. ഓ, ഇന്നലെ ഇറച്ചിയിലെ എല്ല് കടിച്ച് എന്റെ വായിലെ പല്ല് പോയി. അതും ലാഭം. പല്ല് പൊറപ്പിക്കാൻ 50 കൊടുക്കണ്ടേ? ഞാൻ പോവാ. എന്റെ മറ്റൊരു കുപ്പി, ഒരു കപ്പ, ഒരു ചാള. കാളയ്ക്ക് എന്തെങ്കിലും മേടിക്കണം. അളന്നത് മതി. 2 രൂപ ഇതാ. വർക്കറ്റിനത് പുറത്തുള്ള കഴിച്ചുള്ളത്. വർക്കിച്ചിരുന്ന് മേലായിരിക്കും. ഓ, മേലാനിട്ടൊന്നുമല്ലെന്നേ. ബാക്കി ഓമനയുടെയും കുട്ടപ്പന്റെയും വീട്ടിലുണ്ടായിരിക്കും. നല്ല സ്വയംഭവ സാധനം. പവിത്രേട്ടാ, നമ്മളെ മൂസാക്ക് എവിടെ പോയെന്ന് പവിത്രേട്ടൻ അറിയോ? ഞാനെങ്ങനെ അറിയാനാ? ആ വർക്കിച്ചന്റെ പുറകെ പോയിട്ടുണ്ട്. അതിനാ ഷാപ്പി വരാതെ പുറത്ത് ചുറ്റിക്കറക്കി നിന്നത്. ഓഹോ, അപ്പൊ അതാ കാര്യം. വർക്കിച്ചൻ ഭക്ഷിച്ചതിന്റെ ബാക്കി എല്ല് തിന്നാൻ പോയതായിരിക്കും. കുട്ടപ്പന്റെ കയ്യില് 100ന്റെ പച്ചനോട്ട് മടക്കി വെച്ചാ തന്റെ പേരും വരും ഓമനയുടെ കണക്ക് പുസ്തകത്തില്. ആന വേറെ, അണ്ണാൻ വേറെ, നരി വേറെ, സുന്ദരി വേറെ. കാശ് നാളെ, ഇന്നലത്തെ പിന്നെ തരാം. ഇതല്ല അതിന്റെ പാർത്ത പെണ്ണേ. വർക്കിച്ചിന് എന്താ വൈകുന്നേന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ലേശം തിരക്കിലായിരുന്നു. അപ്പോ കൈ കുറെ കാശ് കാണുമല്ലോ. അതിപ്പോ ചെലവാകുമല്ലോ. അതിന്റെ കെട്ടിയവനെന്തേ?
വർക്കിച്ചോ ഞാനിവിടെ ഉണ്ടേ. അടുക്കള ലേശം പണിയുണ്ടായിരുന്നു. ഇന്ന് കരിമീനാ. അതിരിക്കട്ടെ, ചവിട്ടിക്കലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇടവ് മാസമല്ലേ, ഇത്തിരി കുറവാ. എന്നാലും 5-6 കോളം ഉണ്ടായിരുന്നോ? ഇന്നേതാ, മൂപ്പ അതോ ഇളയതോ? നല്ല ഇളം പരുവം. അന്തിക്കള്ള. വർക്കിച്ചിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് ആ, നീ ചെന്ന് വർക്കിച്ചിന് വേണ്ടി കരിച്ചു വെച്ച അല്ല പൊരിച്ചു വെച്ച കരിമീൻ എടുത്തിട്ടോ. ചെല്ല് ചെല്ല്. ഞാൻ ചെത്ത് നിർത്തുക. ഉള്ളതുകൊണ്ട് ഇവിടെ കാണാൻ കഴിഞ്ഞു കൂടിയാലോ എന്ന് ആലോചിക്കുക. വെറുതെ കയറ്റം ഇറക്കം തന്നെ മിച്ചം. അധ്വാനിക്കാതെ ജീവിക്കാനും ഒരു യോഗം വേണമല്ലോ. ആ എന്താ നീ ഓമന, നീ അവിടെ എന്തെടുക്ക? കപ്പ കരപ്പെട്ടിട്ട് പൊരിച്ചു മീൻ എടുത്ത എന്നെ ഭയങ്കര പേടി. വീട്ടിലെ തെങ്ങി എത്തിയിട്ട് എങ്ങനെയുണ്ട്? വല്ല ഗുണമുണ്ടോ? ഉണ്ടോന്നാ? ആലീസിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? എന്താകാൻ, മതം മാറിയ ഒരു ക്രിസ്ത്യാനി കേട്ടപ്പോഴാണെങ്കിൽ തള്ളിയത് എന്തായാലും നന്നായി. നമുക്ക് സത്യക്രിസ്ത്യാനികൾ മതി വർക്കിച്ച. ഓമന ഞാനിവിടെ ഇത്തിരി. ഇപ്പൊ വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഞാൻ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വന്നാലോ? അങ്ങ് ദൂരെ പോയി വാങ്ങിച്ചോണ്ടോ? അങ്ങൊന്ന് വാങ്ങിക്കാം. ആ, മുള്ളു നോക്കണേ. നടക്കുമ്പം മുള്ളു നോക്കണം. ഇതാര് വഴിയില് നീയും കുടി എന്താ വർക്കിച്ച ഇത്? കുടിക്കണേ. ചുട്ടാൻ പോയിട്ടില്ല. നല്ല വേഗമുണ്ട് അവന്റെ കൊല. വർക്കിച്ച, ആ. മതി. പറച്ചൂനേ, ആരും കാണാത്ത സ്വർഗത്തിന്റെ വാതിൽ. പക്ഷേങ്കി നമുക്കിപ്പോ അത് തുറക്കാൻ പറ്റൂല. നമുക്ക് നരകത്തിന്റെ വാതിൽ തുറക്കാം. ഈ 2 ബോംബും കൂടെ ഇന്ന് അവിടെ വർക്കി, നിന്റെ ഒറ്റയ്ക്കുള്ള ചാപ്പാട് ഞാനൊന്ന് നിർത്തും. ഞാനൊന്നും തന്നില്ല എന്ന് വേണ്ട. നീ പറഞ്ഞ പഞ്ചസാര എന്തേലും പിള്ളേർക്ക് ബീഫ് ഫ്രൈ ഉണ്ട്. ഞാനത് മണിക്കൂട്ടൻ കൊടുത്തിട്ട് വരട്ടെ. മണിക്കൂട്ടാ, മണിക്കൂട്ടാ. ഇതെന്താ? ഇത് ബ്ലൗസ്. അപ്പൊ ഇതോ? ഇത് ബ്ര. ഇതെന്താ? പഴം. ഇതൊക്കെ ആരുടെയാ? എനിക്കറിയില്ല, നിന്റെ അല്ലേ? നീ ഇതൊക്കെ എന്തായാലും എന്നെ കാണിക്കുന്ന ചോറോളമ്പടി. ഇതൊക്കെ ആരുടേതാണെന്ന് ഇതിന് മറുപടി പറ. ഇതൊക്കെ നിങ്ങളുടെ സഞ്ചിക്കകത്ത് എങ്ങനെ വന്നതാ? എന്റെ സഞ്ചിക്കകത്തോ? അതെങ്ങനെ വന്ന്? കണ്ടിട്ടും കേറി ഇറങ്ങുന്നതും പോരാതെ അവളുമാരെ ബ്ലൗസും ബ്രായും ഒക്കെ എടുത്തോണ്ട് വരാനും തുടങ്ങിയോ? നാട്ടുകാർ പറയുന്നത് വെറുതെയല്ല. കുടിക്കുന്നതോ പോട്ടെ, കിട്ടുന്ന കാശ് മുഴുവൻ കണ്ടോളമാരി പിടിച്ചു വാങ്ങിക്കല്ലേ? എന്റെ കൂടെ പൊറുക്കണമെങ്കിൽ നാവടക്കി നിന്നോണം. വർക്കിക്ക് തോന്നുമ്പോ തോന്നുന്നിടത്ത് പോവും, തിരിച്ചിവിടെ തന്നെ വരും. ചോറോളം വഴി.
മൂസാക്ക ഇതെന്താ സർക്കസാ? അങ്ങോട്ടൊന്ന് പോണായിരുന്നു. ആടേ. വേണ്ട വേണ്ട, അത് താങ്ങൂല. ഓ ഞാനതങ്ങ് മറന്നു. അല്ലേലും ആനക്കറിയില്ലല്ലോ ആനയുടെ വലിപ്പം. നീ ഒരു പാപ്പാനായതുകൊണ്ട് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടല്ല, ഇത് പഴയ തടിയാ, വെള്ളത്തിൽ പോവും. പിന്നെ എന്തൊക്കെയുണ്ട് ഓ വിശേഷം? എന്ത് വിശേഷം? അങ്ങനെ ജീവിച്ചു പോണം. ആന്ത്രപ്പോട്ടൊന്നും കിട്ടിയില്ലേ? പിന്നെ 500 കിലോ ആന്ത്രാക്സ് കിട്ടി. വെച്ചാരാ പുട്ടു പുഴുങ്ങാം. പുഴുങ്ങാം. പിന്നെ 2 കാട്ടുപോത്തിനെ കിട്ടി. നമുക്ക് അറുക്കാം. അറക്കാം. ഇതും അവിടുന്ന് കിട്ടിയതായിരിക്കും. ഇതാണ് മോനെ ആന്ധ്രവായു. ഇനി എങ്ങോട്ടാ? ഞാൻ നമ്മുടെ വർക്കിച്ചന്റെ വീട് വരെ. ആ കാളെ ഒന്ന് നോക്കണം. അതിന് വർക്കിച്ചുണ്ടല്ലോ. ഇങ്ങനെ നോക്കാനല്ല, കാളെ ഒന്ന് നോക്കണം. ഓ അത് ശരി, ഇറച്ചിക്ക് ചോദിക്കാൻ. എന്തിനാ മൂസാക്ക കിട്ടാത്ത മുന്തിരിക്ക് കിടന്ന് അലയുന്നത്? അത് മുന്തിരി, ഇത് കാള. ഇതൊക്കെ ഒരു സുഖമല്ലേ കുട്ടപ്പ? ഇതൊക്കെ ഒരു അസുഖാന്നേ. അതല്ല കുട്ടപ്പ, പണ്ട് മുതലേ എന്നെ എന്തിനെ നിന്റെ കണ്ണിൽ അങ്ങോട്ട് തടയാത്തു? ഇവിടെ അങ്ങേര് കാളെ വളർത്തുന്നു, ഞാൻ അറുക്കുന്നു. അയാൾക്ക് ആ ഒരു കാളേ ഉള്ളൂ. എന്റെ ഈ കയ്യിലൂടെ 500 കാളകൾ കേറി ഇറങ്ങി പോയിട്ടുള്ളതാ. എന്നിട്ടൊന്നും കാണുന്നില്ലല്ലേ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ മൂസാക്ക പറയുന്നത്? ഒന്നും അറിയാത്ത അതെ, പണ്ടം ഞാൻ വെട്ടി. കുട്ടപ്പാ, നീ ഒന്നും ചെയ്യുന്നില്ല, അതാ എന്റെ പരാതി. മനസ്സിലായില്ല? എടാ, വർക്കിച്ചന് കൊടുക്കുന്ന പോലെ എനിക്കും കൂടെ തരാൻ ഒന്ന് ഓമനയോട് പറയണേ. അത് ഞാൻ തന്നാ പോരെ? അന്തിയുടെ കാര്യല്ലേ? അത് ഞാൻ ഏറ്റ്. ഞാനങ്ങ് പേടിച്ചു പോയി. ഏറ്റാ മതി. അന്തിക്കള്ളും അന്തിമയക്കും അന്നു ഞാനൻ സ്വന്തമാക്കും. അന്ന് നിന്റെ അന്ത്യമാകും. വിട്ടോ വിട്ടോ, നേരെ പോ. ഇതാണ് നിന്റെ കുഴപ്പം. പോയി പോയി ഉടഞ്ഞു പോയി. കയ്യിലെല്ലു കൊള്ളുന്നു. എടോ, വന്ന വാളെ തൊഴുത്തിൽ കയറി താൻ എന്നാ എടുക്കുക? അതവിടെ നിന്നോട്ടെ, താൻ ഇങ്ങോട്ട് വന്നേ. ഇതാകെ പോയി. കാള അങ്ങ് മെലിഞ്ഞല്ലോ. ഇതിന് തീറ്റ ഒന്നും കൊടുക്കാറില്ലേ? അതിന് തിന്നാൻ കൊടുക്കാതെ ഞങ്ങളൊന്നും തിന്നാറില്ല, അല്ലേടാ മോനെ? അതല്ലേലും അത് തിന്നുന്നത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുകയില്ല. ഇതിങ്ങനാ ഇപ്പോഴത്തെ മാറുകൾക്കൊക്കെ രോഗമാന്നേ. കുഴമ്പ് രോഗമാ. ആഹാ, ഇവിടെ നിൽക്കാണോ? അങ്ങോട്ടിരിക്കാം മൂസാക്ക. എന്നാൽ അകത്തോട്ടിരിക്കാം. അത് വേണ്ട. വേണ്ട, പുറത്തോട്ടിരിക്കാം. അതാ നല്ലത്. കാറ്റും അകത്താവുമ്പോഴേ ചൂടാ. രൂപ 10,000 വെച്ച് കൊടുത്തിട്ടാ 2 മുറ്റേനെ കൊണ്ട് കെട്ടിയിരിക്കുന്നത്. എന്നാലും ഇതിന്റെ ഇളപ്പം കാണുമ്പോ കൊതിയാവുക. ഞങ്ങളുടെ കാളെ നോക്കി മൂസാക്ക വെള്ളം ഇറക്കണ്ട. അയ്യോ, ഞാനൊരു ആശ പറഞ്ഞേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ തന്നാ മതി. കൊള്ളാം. അപ്പഴേ അതൊക്കെ ശരി തന്നെ. ആ ആശ മനസ്സിൽ വെച്ചാതി മൂസാക്ക. ആ പരിപ്പ് വേണമെങ്കിലേ അതിന് വെള്ളം വേറെ വേണം. ഇതെന്താ പുല്ല് ചെത്തൽ യജ്ഞമോ? അമ്മേ മക്കളൊക്കെ ഒരേ ചെത്താണല്ലോ. അന്നമ്മ ചേട്ടത്തി ആലീസോടെ പോയി. അമ്മയും ചേച്ചിയും കൂടി പള്ളിയിൽ പോയിരിക്കാ. നിനക്ക് ഈ പള്ളിയിൽ പോക്കും കുമ്പസാരമൊന്നും നീ പോയി കുടിക്കാൻ. ഞാൻ കളിക്കാൻ പോവാ. ഇതിങ്ങനെ താങ്ങി നിന്നാൽ എങ്ങനെ? മഴ കുറവായതുകൊണ്ട് കള്ളില്ല. വെറുതെ തല്ലിയിട്ട് എന്താ കാര്യം? കൊല ചാറില്ലാതെ കള്ള് കിട്ടുവോ? ഞാൻ പോയി സിഗരറ്റ് വാങ്ങിച്ചിട്ട് വന്നാലോ? അങ്ങൂന്ന് വാങ്ങിച്ചോണ്ടോ? അങ്ങൂന്ന് വാങ്ങിക്കാം. ഞാൻ വരാൻ കുറെ വൈകും. ഷാപ്പിന്ന് കാശ് വാങ്ങിക്കണം. വേണമെങ്കിൽ അകത്തിരിക്കുന്നിടത്ത് കൊടടി കള്ള്. ചുറ്റി 3 എണ്ണ മുടങ്ങിക്കിടക്കുന്നേ. ഞാനും അത് ആലോചിക്കായിരുന്നില്ല. ഇങ്ങോട്ട് വന്നിട്ട് 3-4 ദിവസമായല്ലോ, ഓർക്കാഞ്ഞിട്ടല്ല. നാളെയെങ്കിലും ആ തവണയൊക്കെ അടയ്ക്കണം. ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെ. തവണയല്ലേ അടയ്ക്കേണ്ടു. എത്ര തവണ അടയ്ക്കണം? എത്ര തവണ അടച്ചായത് വട്ടമറുതി എത്തും. കാലത്തെ കോളത്തെ ലക്ഷണം ഉണ്ടല്ലോ. ഒരു ചവിട്ടിക്കലുണ്ടായിരുന്നു. കാളെ കൊള്ളാലോ അല്ലേ? അത് പശുവിനോട് ചോദിക്കാം. 2 ചെറുപ്പക്കാര് നമ്മളെ നാട്ടിൽ മീമിക്കാൻ വന്ന കാര്യം വർക്കിച്ചറിഞ്ഞോ? പറയണ കേട്ടു. ഡിഗ്രിക്കാരാണത്രേ. ഡിഗ്രിക്കാരുടെ ഒരു ഗതികേട്. ഒരു ഗതികേടുമില്ല. അതിലൊരുത്തൻ പഠിച്ച കള്ളനാ. തീക്കൊള്ളി കൊണ്ടാ അതിലൊരുത്തൻ തലവറിയുന്നത്. മനസ്സിലായില്ല. നമ്മുടെ സോഫിയ കുട്ടി ഇല്ലയോ? മോള് അവനുമായിട്ടാ അവളിപ്പോ കറക്കം. താനോർന്ന് വെച്ചോണ്ടാക്കരുത് കേട്ടോ. വെച്ചുണ്ടാക്കിയിട്ട് എനിക്ക് എന്ത് കാര്യം? ഒരു സൂചന തന്നെന്ന് മാത്രം. വർക്കിച്ചന്റെ മോൾ എന്റെ മോളെ പോലെ തന്നെയാ. പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. താനിതെങ്ങനെ അറിഞ്ഞു?
ആ തെങ്ങിന്റെ മുകളിൽ നിന്ന് ഈ കുട്ടപ്പൻ അറിയാത്ത കാര്യങ്ങളില്ല, കാഴ്ചകളില്ല. അതെ, ദേവലോകത്തിരുന്ന് ഞാൻ എല്ലാ കളികളും കാണുന്നുണ്ട്. കാലത്ത് തയ്ക്കാൻ പോകുമ്പോ അവരുടെ കൂടിക്കാഴ്ച പതിവാ. അതെ, ഞാൻ ഈ പറഞ്ഞ് വർക്കിച്ച വീട്ടിൽ ചെന്ന് പോലീസൊന്നും ആവണ്ട. സാവധാനം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്ക്. അതെ, ഇനി അവനിട്ട് 2 പെടപെടച്ചാലും കുഴപ്പമൊന്നുമില്ല. നീ പുല്ലരിഞ്ഞ് വിട്ടിരുന്നോ? നിന്റെ 3 പെമ്പിള്ളേര് വല്ലവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോഴെങ്കിലും തീരുവോ ഈ പുല്ലരിച്ചില്? എവിടെ പോയാ തയ്യക്കാരി? അവളാ മീൻകാരനെ തയ്യലോടിപ്പിക്കാൻ പോയോ? നിങ്ങൾ എന്തോന്ന് വെച്ചായ വേണ്ടാതീനം പറയുന്നേ? എറണാകുളത്തല്ലേ ആ മീൻകാരനോട്ട് എന്തോന്നടി ബന്ധം? എന്ത് ബന്ധം? അവരൊന്നിച്ച് പഠിച്ചവരല്ലേ? പഠിപ്പൊക്കെ കോളേജിൽ തീർന്നില്ലേ? വയലിലും വഴിവെക്കലും അതിന്റെ ബാക്കി വേണ്ടാന്ന് അവളോട് പറഞ്ഞേക്ക്. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല. അവരുടെ പ്രേമം നാട്ടിപ്പാട്ട. കണ്ട തീയച്ചക്കനാട്ടി തെണ്ടി നടക്കുന്ന വർക്കിയുടെ മോക്ക് പറ്റൂല. ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞേ? കുട്ടപ്പൻ നിത്യവും കാണുന്നതാ. അവൻ എന്നോട് കള്ളം പറയില്ല. ഓ, കുട്ടപ്പൻ. ആ, കുട്ടപ്പൻ 2 തലയ്ക്കും പിടിച്ച് നടുക്ക് തീ വെക്കുന്നവനാ കുട്ടപ്പൻ. അതെങ്ങനെയാ? അയാളോട്ടല്ലേ അന്തിക്കൂട്ട്? നീ നിന്റെ മോക്ക് സൈഡ് നിൽക്കുക. നിന്റെ കുടുംബ പാരമ്പര്യം നിലനിർത്താൻ വർക്കിയുടെ മോളെ സമ്മതിക്കില്ല. കൂടെ പഠിച്ച കുട്ടികളെ തമ്മി കാണുമ്പോ അവരെ വല്ലതും മിണ്ടിന്ന് പറഞ്ഞു നോക്കിയിരിക്കും. അത് വലിയ തെറ്റാ. നിങ്ങൾ ആദ്യം നേരെയാകും. തല്ലിക്കോ, തല്ലിക്കൊന്നു. പക്ഷെ ഒരു കാര്യം ഓർത്താ നന്ന്. വിത്തുകാലക്കാരന്റെ മക്കൾക്ക് ആ സ്വഭാവം വന്നാ അതെന്ത് കുറ്റം? എന്നെ തല്ലി എന്റെ കൈ നാറും. ഇതിലും ഭേദം മീൻകാരന്റെ നാറ്റം. അരിഞ്ഞിട്ട് മാടി.